പാലിയേക്കര മടവാക്കരയിൽ കൊച്ചിൻ സേലം LPG പൈപ്പ് ലൈനിലെ വാതക ചോർച്ചയും അറ്റകുറ്റപ്പണികളും പൂർത്തീകരിച്ചു. പൈപ്പ് ലൈനിലൂടെയുള്ള പാചകവാതക പമ്പിംഗ് പുനരാരംഭിച്ചതായും അധികൃതർ. കഴിഞ്ഞ മാർച്ച് 18-നാണ് മണലി മടവാക്കര റോഡിലെ KSPPL പൈപ്പ് ലൈനിൽ ചോർച്ചയുണ്ടായത്. മണ്ണ് പരിശോധനയ്ക്കിടെ പൈപ്പ് മാറി തുളച്ചതിനെ തുടർന്നാണ് കൊച്ചി സേലം പാചകവാതക പൈപ്പ് ലൈനിൽ ചോർച്ചയുണ്ടായത്. അഗ്നിരക്ഷാസേന തുടർച്ചയായി വെള്ളം പമ്പ് ചെയ്താണ് വാതകം പരക്കുന്നത് നിയന്ത്രിച്ചത്. മേഖലയിലെ വീടുകളിലും സ്ഥാപനങ്ങളിലും പോലീസും അഗ്നിരക്ഷാസേനയും റവന്യൂ അധികൃതരും മുൻകരുതൽ നിർദ്ദേശം നൽകിയിരുന്നു. തീ കത്തിക്കുന്നതും വൈദ്യുതോപകരണങ്ങൾ ഉപയോഗിക്കുന്നതും നിയന്ത്രിച്ചു. മണലി മടവാക്കര റോഡ് അടച്ച് ഗതാഗതം നിയന്ത്രിച്ചു. പ്രദേശത്തെ 18 വീട്ടുകാരെ ആദ്യഘട്ടത്തിൽ മാറ്റി താമസിപ്പിച്ചു. 4 ദിവസങ്ങൾ കഴിഞ്ഞ് വീട്ടുകാർ തിരിച്ചെത്തിയ ശേഷം അറ്റകുറ്റപ്പണിക്കിടെ വീണ്ടും ചോർച്ചയുണ്ടായതോടെ 4 വീട്ടുകാരെ ഹോട്ടലിൽ മുറിയെടുത്തും താമസിപ്പിക്കേണ്ടി വന്നിരുന്നു. 9 മീറ്ററിൽ കുഴിയെടുത്താണ് പൈപ്പിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നത്. പൈപ്പിൽ ഒടിഞ്ഞിരുന്ന ഡ്രില്ലിന്റെ ഭാഗം നീക്കിയ ശേഷം ക്ലാമ്പ് വെൽഡ് ചെയ്ത് പിടിപ്പിച്ചാണ് ചോർച്ച പരിഹരിച്ചത്. ഇതിനായി 9 മീറ്റർ താഴ്ചയിൽ മണ്ണെടുത്ത ഭാഗം നികത്തി പൂർവ്വസ്ഥിതിയിലാക്കുന്ന ജോലികൾ പൂർത്തിയായി വരുന്നു. ചോർച്ച കണ്ടെത്തിയ പൈപ്പിൽ നിന്ന് വെള്ളം പുറത്തേക്ക് തള്ളുന്നതും മണ്ണ് നീക്കിയപ്പോഴുണ്ടായ ഉറവ് വെള്ളവുമാണ് ചോർച്ചയടയ്ക്കാൻ പ്രധാന തടസ്സമായിരുന്നത്. കുഴിയിലെ വെള്ളം പമ്പ് ചെയ്ത് കളയുന്നത് തന്നെ വലിയ തടസ്സമായി. ഇതിനിടെ പൈപ്പിനുള്ളിലെ വാതകം നീക്കുന്നതിനിടെ വീണ്ടും ചോർച്ചയുണ്ടായതും രക്ഷാപ്രവർത്തനം മന്ദഗതിയിലാക്കിയിരുന്നു. ചോർച്ച പരിഹരിക്കുകയും പൈപ്പിലെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കുകയും ചെയ്തതോടെ വലിയ ആശങ്കയാണ് പ്രദേശത്ത് നിന്നും ഒഴിഞ്ഞത്. അമ്പല്ലൂർ ദേശീയപാതയ്ക്ക് സമീപം മടവാക്കരയിൽ മാർച്ച് 18-ന് കൊച്ചിൻ സേലം LPG പാചകവാതക പൈപ്പ് ലൈനിലുണ്ടായ ചോർച്ച വലിയ പരിഭ്രാന്തികൾക്ക് ഇടയാക്കിയിരുന്നു. ജനവാസ മേഖലയ്ക്ക് സമീപത്താണ് ഇത്തരത്തിൽ ഗ്യാസ് ചോർച്ച ഉണ്ടായത്. ഇവിടെ നിന്ന് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കലടക്കം വലിയ സുരക്ഷാ മുൻകരുതലുകളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്. ഒരു സമയത്ത് ഈ ചോർച്ച പരിഹരിക്കുകയും പിന്നീട് വീണ്ടും പാചകവാതകത്തിന്റെ രൂക്ഷമായ ഗന്ധം ഉയർന്നതിനെ തുടർന്ന് മടങ്ങി വന്ന വീട്ടുകാരെ വീണ്ടും ഇവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കുകയും ഒക്കെ ഉണ്ടായ ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ അറ്റകുറ്റപ്പണികൾ പൂർണ്ണമായും കഴിഞ്ഞിരിക്കുകയാണ്. ഗ്യാസ് ചോർച്ച പൂർണ്ണമായും പരിഹരിച്ച് ഗ്യാസിന്റെ പമ്പിംഗ് പുനരാരംഭിച്ചതായിട്ടാണ് അധികൃതർ അറിയിക്കുന്നത്. ഏതായാലും പരിഭ്രാന്തികൾ നീങ്ങിയിരിക്കുന്നു. സമീപത്തെ വീട്ടുകാരൊക്കെ മടങ്ങി വന്നിരിക്കുകയാണ്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.